ഇന്ന് ഓഫീസിൽ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ റീജിയൻ സമ്മിറ്റ് ന്യൂയോർക്കിൽ വെച്ചായിരുന്നു. അപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ ഓഫീസസിലെയും കോവർക്കേഴ്സ് എല്ലാവരും കൂടി ഒന്ന് കൂടുന്നൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. 2 years ആയുള്ളൂ ഞാൻ ന്യൂയോർക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ മിക്ക ആൾക്കാരെയും ഞാൻ ഇൻ പേഴ്സൺ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അവരെ ഇൻ പേഴ്സൺ മീറ്റ് ചെയ്യാനും ഒക്കെ കൂടിയുള്ള ഒരു ഡേ ആയിരുന്നു. രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. സമ്മിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കിന്ന് വർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സമ്മിറ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ സമ്മിറ്റൊക്കെ ഹാഫ് ഡേ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഓഫീസിൽ നിന്ന് തന്നെയായിരുന്നു. ലഞ്ചിന് ഞങ്ങൾക്ക് ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈൽ ഫുഡായിരുന്നു. ചിക്കൻ ഷവർമയും ഫലാഫലും പിന്നെ ചിക്ക് പീസ്, ഗ്രീൻ ബീൻസ്, സാലഡ്, പിന്നെ ട്യൂണ, പിന്നെ ബനാന പുഡിങ്, പിന്നെ മൊസറല്ല ചീസും ടൊമാറ്റോസും ഒക്കെ വെച്ചൊരു സ്ക്യൂവർ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഡിഷസ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ടീംമേറ്റ്സും കൂടി ഫുഡൊക്കെ കഴിച്ചു. ലഞ്ച് കഴിഞ്ഞ് അടുത്ത സെഷൻ 5 PM വരെ ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു സമയം പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വൈകിട്ട് ഒരു ടീം ഡിന്നറിന് പോകാമെന്ന് ഓർത്തു കേട്ടോ. ക്രിസ്മസിൻ്റെ തിരക്ക് കാരണം മിക്ക റെസ്റ്റോറൻറ്റ്സിലും റിസർവേഷൻ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒടുവിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അതാണ് ബ്രൂക്ലിൻ ചോപ്പ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്റ്റേക്ക് ഹൗസ്. ഇന്നത്തെ ദിവസം ത്രൂ ഔട്ട് മഴയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കിന് എൻ്റെ മേക്കപ്പും ഹെയർ ചെയ്തതും എല്ലാം കുളമായി. ക്രിസ്മസ് ഡെക്കറേഷൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ. അതുപോലെ ഇവരുടെ സർവീസും അടിപൊളിയായിരുന്നു. ഞാൻ ഡ്രിങ്ക്സിന് ഓർഡർ ചെയ്തത് ഒരു കോക്ടെയിലായിരുന്നു കേട്ടോ. സ്റ്റാർട്ടറായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഡംപ്ലിങ്സ് ആണേ. ഒരു കളർഫുൾ ഡംപ്ലിങ്സ്. എനിക്ക് അത്രയും അധികം ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. സ്റ്റേക്ക് ഹൗസിൽ വന്നിട്ട് സ്റ്റേക്ക് ഓർഡർ ചെയ്യാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ എന്ന് കരുതി ഞാനാണെങ്കിൽ മെയിൻ ഡിഷിന് ഓർഡർ ചെയ്തത് ഒരു സ്റ്റേക്കാണ്. നല്ല സ്റ്റേക്കായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഐ വാസ് സോ ഹാപ്പി ടു സീ ദം ഇൻ പേഴ്സൺ. നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഡേ അവിടെ കഴിഞ്ഞു.